അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തോഗണാലിറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് റോഡ്രിഗസ് റിലേഷൻ ആണ്. സോ അതിൻ്റെ മുന്നേ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഓക്കെ, കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ദാറ്റ് ഇൻ്റഗ്രൽ -1 to 1 എക്സ് പി എൻ ഓഫ് എക്സ് into Pn minus 1 of x is equal to Pn minus 1 of x dx is equal to 2n divided by 4n square minus 1. Okay, 4n square minus 1. So ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒറ്റനോട്ടത്തിൽ നമുക്കത് ഓർത്തോഗണാലിറ്റി വെച്ചിട്ടാണ് തോന്നിയാൽ കൂടി ഓർത്തോഗണാലിറ്റി വെച്ചിട്ട് നമുക്ക് റെക്കറൻസ് റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈസിലി നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ റെക്കറൻസ് റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ ആയിരുന്നു n+1 into Pn plus 1 of x is equal to x Pn of x into 2n plus 1 minus Pn minus 1 of x n into Pn minus 1 of x. Okay, ഇത് നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുള്ള നമ്മളെ റെക്കൺസിലേഷൻ ആയിരുന്നു. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ എക്സ് പി എൻ ഓഫ് എക്സിന് മാത്രം നമുക്ക് സൈഡിൽ നിർത്താം, ബാക്കിയൊക്കെ ബാക്കിലും മാത്രം എടുക്കാം. സോ എക്സ് പി എൻ ഓഫ് എക്സ് ഇൻറ്റു 2n plus 1 is equal to ഇതിനൊക്കെ പുറത്ത് എടുക്കാം. സോ n plus 1 into Pn plus 1 of x പിന്നെ ഇത് പുറത്ത് വരുമ്പോൾ പ്ലസ് വരും അല്ലേ. സോ പ്ലസ് n ഇൻറ്റു Pn minus 1 of x ഈ 2n plus 1 ഞാൻ താഴത്ത് കൊടുക്കുകയാണ്, ഇപ്പുറത്ത് കൊടുക്കുകയാണ്. സോ എന്ത് കിട്ടും? എക്സ് Pn of x is equal to n plus 1 into Pn plus 1 of x divided by 2n plus 1 plus n into Pn minus 1 of x divided by 2n plus 1. ഓക്കെ, ഞാൻ ആ രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഞാൻ നമ്മളെ റെക്കൺസിലേഷൻ ഞാൻ ആ ഫോമിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, നൗ കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അവിടെ Pn minus 1 of x അല്ലേ, കംപ്ലീറ്റ്ലി ഞാനൊരു Pn minus 1 of x ആയിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ് ഇക്വേഷൻ Pn minus 1 of x മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ഇൻറ്റു Pn of x into Pn minus 1 of x is equal to n plus 1 divided by 2n plus 1 into Pn plus 1 of x into Pn minus 1 of x plus n divided by 2n plus 1 into Pn minus 1 of x divided by multiply Pn minus 1 of x into Pn minus 1 of x into Pn minus 1 of x. Okay, now integrate here from -1 to 1 here integrate here. So integral -1 to 1 x Pn of x into Pn minus 1 of x is equal to n plus 1 divided by 2n plus 1 into integral -1 to 1 Pn plus 1 of x Pn minus 1 of x dx plus n divided by 2n plus 1 integral -1 to 1 Pn minus 1 of x Pn minus 1 of x രണ്ട് Pn minus 1 of x so square dx Pn minus 1 of x dx. Okay, so now using orthogonality. Okay, orthogonality എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? orthogonality integral -1 to 1 Pn of x Pm of x is equal to 0 if n not equal to m and is equal to 2 divided by 2n plus 1 if n is equal to m. n is equal to m ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
2 divided by 2n plus 1 കിട്ടും. n not equal to m ആണ് എന്ത് കിട്ടും 0 കിട്ടും. സോ ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പി എൻ പ്ലസ് വൺ ഓഫ് എക്സും ഇവിടെ പി എൻ മൈനസ് വൺ ഓഫ് എക്സ് ആണ്. അങ്ങനെ നമുക്കിത് കൃത്യമായിട്ട് എഴുതാം. പി എൻ മൈനസ് വൺ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ പി എൻ എൻ പ്ലസ് വൺ ഓഫ് എക്സ് പി എൻ മൈനസ് വൺ ഓഫ് എക്സ് ആണ്. സോ ഇതെന്താണ്, രണ്ടും സെയിം അല്ല അല്ലേ? ഓർത്തോഗണാലിറ്റി പ്രകാരം ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ പി എൻ ഓഫ് എക്സും പി എം ഓഫ് എക്സും ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എന്നും എമ്മും സെയിം അല്ലെങ്കിൽ ഇവിടെ n പ്ലസ് വൺ ആണ്, ഇവിടെ n മൈനസ് വൺ ആണ്. സോ ഈ ഇന്റഗ്രൽ എന്തായിട്ട് പോകും? ദിസ് ഇന്റഗ്രൽ വാനിഷസ് ടു 0. ഇന്റഗ്രൽ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. സോ ഫസ്റ്റ് ടേം എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. ഓക്കെ, സെക്കൻഡ് ടേം നോക്കാം. സെക്കൻഡ് ടേമിലൂടെ കോൺസ്റ്റന്റ് ഉണ്ട് n ഡിവൈഡഡ് ബൈ 2n പ്ലസ് വൺ ഉണ്ട്. നൗ ഈ ഇന്റഗ്രൽ നോക്കുക. ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ പി എൻ മൈനസ് വൺ ഓഫ് എക്സ് പി എൻ എൻ മൈനസ് വൺ ഓഫ് എക്സ് രണ്ടും എന്താണ്? രണ്ടിന്റെ സഫിക്സ് സെയിം ആണ്. ഓക്കെ, n ഈസ് ഈക്വൽ ടു m ആണ് കിടക്കുന്നത്. സോ n ഈസ് ഈക്വൽ ടു m ആണെങ്കിൽ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 2n മൈനസ് വൺ ആണ് കിട്ടുക. ഓക്കെ, 2 ഡിവൈഡഡ് ബൈ 2n മൈനസ് വൺ ആണ് കിട്ടുക. സോ അതിന് ആൻസർ എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ 2n മൈനസ് വൺ 2 ഡിവൈഡ് ബൈ 2n മൈനസ് വൺ ആണ് വരിക. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എടുക്കുന്നത്? n മൈനസ് വൺ ആണ് എടുക്കുന്നത് അല്ലേ? അതായത് നമ്മളെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഇന്റഗ്രൽ മൈനസ് വൺ ടു വൺ പി എം ഓഫ് എക്സ് പി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2n പ്ലസ് വൺ ഇഫ് m ഈക്വൽ ടു n ആണ്. ഓക്കെ, സോ ഈ സഫിക്സ് കിടക്കുന്നത് 2n ഓർ m ആണ്, n ആണ് കിടക്കുന്നത്. അത് ഈ സഫിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ സഫിക്സ് എന്താണ്? n മൈനസ് വൺ ആണ്. സോ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു n മൈനസ് വൺ പ്ലസ് വൺ വരും. ഓക്കെ, 2 ഇൻറ്റു n മൈനസ് വൺ പ്ലസ് വൺ വരും. ഓക്കെ, 2 ഇൻറ്റു n മൈനസ് വൺ പ്ലസ് വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക. So it will be equal to so 2 into n 2n വരും. 2n divided by ഇവിടെ ഒരു 2n plus 1 ഉണ്ട്. 2n plus 1 ഉണ്ട്. ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? 2n minus 2 plus 1 വരും. 2n minus 2 plus 1 വരും. Okay, so it will be equal to 2n divided by 2n plus 1 into മറ്റേ ഭാഗം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2n minus 1 വരും. ഓക്കെ, സോ ഇത് a plus b into a minus b ഫോമിലാണ്. സോ അതെന്ത് ചെയ്താൽ a square minus b square ആയിട്ട് എഴുതാം. സോ 2n divided by a square പറഞ്ഞു കഴിഞ്ഞാൽ 4n square b square പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എന്താണ്? ഇന്റഗ്രൽ മൈനസ് 1 to 1 x pn of x into pn minus 1 of x dx. ഓക്കെ, സോ ഓർത്തോഗണാലിറ്റിയും റെക്കൺസിലേഷനും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞ പോലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസിലി നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഓർത്തോഗണാലിറ്റിനും റെക്കൺസിലേഷനും അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസിലി ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, നൗ മൂവിങ് ഓൺ. നമുക്ക് നമ്മുടെ റോഡ്രിഗസ് റിലേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. സോ റോഡ്രിഗസ് ഫോർമുല Rodrigues formula നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ Rodrigues formula is an alternate method to define a function. ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാനുള്ള alternate method ആണ്. നമ്മൾ ജനറേറ്റീവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇത്രയും നേരം നമ്മൾ Legendre functionsനെ ഡിഫൈൻ ചെയ്തിരുന്നത്. Rodrigues formula പറഞ്ഞാൽ it is an alternate method to define Legendre function. Legendre function ഡിഫൈൻ ചെയ്യാനുള്ള ഒരു alternate method ആണ് എന്ത്? Rodrigues formula പറഞ്ഞു കഴിഞ്ഞാൽ Rodrigues formula is given by Pn of x is equal to 1 by 2 raised to n factorial 1 by 2 raised to n nth derivative of x square minus 1 all raised to n. Okay, this is the Rodrigues formula. Okay, Rodrigues formula നമ്മൾ ഹെർമൈറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. Rodrigues formula ആണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആണ്. സോ ഇതിൽ നമ്മൾ n ന് 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓരോ ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് p1 p2 നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ n is equal to 1 ഇട്ട് കൊടുക്കാം. n is equal to 1 ഇട്ട് നമുക്ക് കിട്ടും p1 of x is equal to 1 by 2 raised to n is 2 1 factorial is 1 and d by dx of x square minus 1. Okay, so 1 by 2 into x square minus 1 differentiate ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടും. സോ 2 cancel ചെയ്ത് പോയി. സോ നമുക്ക് കിട്ടും x കിട്ടും. ഓക്കെ, സോ p1 of x നമുക്ക് കിട്ടി, നമുക്ക് x കിട്ടി. Similarly, n is equal to 2 to കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും p2 of x കിട്ടും. p2 of x എന്ന് പറഞ്ഞാൽ 1 by 2 square is 4 and 2 factorial is 4 2 factorial is 2 into d square by dx square into x square minus 1 whole square. Okay, so 1 by 8 into first term differentiate ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 into x square minus 1
into 2x. Okay, d by dx of okay. So this 2 4 ആക്കാം, this 2 cancel ചെയ്യാം, so ഇവിടെ നിന്നിട്ട് മാറും 2 ആയിട്ട് മാറും. So 1 by 2 into d by dx of x square minus 1 into x കിട്ടും. Okay, so again differentiate ചെയ്യാം, 1 by 2 into rule apply ചെയ്യണം. So first term into first term derivative second പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും, plus second term into derivative first പറഞ്ഞു കഴിഞ്ഞാൽ x 2x കിട്ടും. Okay, so 1 by 2 into x square minus 1 plus 2x square. So 2x square plus x square 3x square വരും. So 3x square minus 1 divided by 2. ഇതാണ് നമുക്ക് കിട്ടുക, P2 of x കിട്ടുക. So n നെ 1 2 3 അങ്ങനെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് P1 P2 P3 നമുക്ക് കിട്ടും. ഇതന്നെ നമ്മൾ നേരത്തെ റെക്കൺസിലേഷൻ വെച്ചിട്ട് നമ്മൾ കിട്ടില്ലായിരുന്നു P1 P2, സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ റോഡ്രിഗസ് റിലേഷൻ ഈസ് ആൻ ഓൾട്ടർനേറ്റ് മെത്തേഡ്, ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡാണ് നമുക്ക് ലെജൻഡറി ഫങ്ഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു പ്രൂഫ് നോക്കാം, ആക്ച്വലി പ്രൂഫ് നോക്കാം, അതിന് ചെറിയൊരു പ്രൂഫ് നോക്കണം. ഓക്കെ, സോ നമുക്കിനി റോഡ്രിഗസ് ഫോർമുല പ്രൂഫ് നോക്കാം. സോ റോഡ്രിഗസ് ഫോർമുല പ്രൂഫ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പ്രൂഫാണ്. സോ ഈ ഓരോ സ്റ്റെപ്പ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ y is equal to x square minus 1 all raised to n. ഓക്കെ, y is equal to x square minus 1 all raised to n എന്ന് പറയുന്ന ഒരു അസംപ്ഷൻ നമ്മൾ ആദ്യം കൊടുക്കുക. കാരണം നമ്മളെ റോഡ്രിഗസ് ഫോർമുലയിൽ എന്തായാലും x square minus 1 all raised to n എടുക്കുന്ന കാരണം ആ ടേമിന് നമ്മൾ y എന്ന് കണ്ടു കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ dy by dx is equal to ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n into x raised to n minus 1. So n into x square minus 1 raised to n minus 1 into 2x നമുക്ക് കിട്ടി. ഓക്കെ, now നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. So which will be equal to n into x square minus 1. ഇവിടെ n minus 1 എടുക്കണം. So x square minus 1 raised to n ഉണ്ടാവും, x square minus 1 raised to minus 1 ഉണ്ടാവും. ഓക്കെ, raised to minus 1 ഉണ്ടാവും. ആ raised to minus 1 ഞാൻ താഴത്തേക്ക് എഴുതാണ്. So x square minus 1 നമ്മൾ കൊടുത്തു, പിന്നെ എന്താ എടുക്കുന്നുണ്ട്, ഒരു 2x എടുക്കുന്നുണ്ട്, ഞാൻ x square minus 1 ഞാൻ ഇപ്പുറത്ത് എടുക്കുകയാണ്. സോ പിന്നെ എഴുതാം dy by dx of x square minus 1 is equal to 2x to nx into x square minus 1 all raised to n. Okay, now x square minus 1 all raised to n പറഞ്ഞു കഴിഞ്ഞാൽ y ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷനെ, now dy by dx is equal to dy by dx into x square minus 1 is equal to 2nx y ആയിട്ട് കൊടുക്കാം. Okay, now let this be equation number 1 കൊടുക്കാം. Now let's be equation number 2 കൊടുക്കാം. Okay, now differentiating equation 2 with respect to x n plus 1 times. Okay, നമ്മൾ എന്ത് ചെയ്യാണ്, n plus 1 times ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. n ടൈംസ് അല്ല, n plus 1 ടൈം. അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടി നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ d by dx എന്താവും, d സ്ക്വയർ ആവും. രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ d ക്യൂബ് ആവും. അങ്ങനെ n plus 1 ടൈംസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, dn plus 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ n plus 1 ടൈംസ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ലെബനിറ്റ്സ് തിയറം ഉണ്ട് നമുക്ക് ആക്ച്വലി. സോ ലെബനിറ്റ്സ് തിയറം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈബ്നിറ്റ്സ് തിയറം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ n ടൈംസ് നമ്മൾ വസ്തുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ d റേസ് ടു ഉദ്ദേശിച്ചത് n ടൈംസ് നമ്മൾ u ഇൻറ്റു വിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിചാരിക്കുക. u ഇൻറ്റു വിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ n ടൈംസ് ഡെറിവേറ്റീവ് ചെയ്യുക u ഇൻറ്റു v, ഓക്കെ, പ്ലസ് nc1 d റേസ് ടു n minus 1 u ഇൻറ്റു dv. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇതിന് n minus 1 ഡെറിവേറ്റീവും, പ്ലസ് nc2 d n minus 2u ഇൻറ്റു d സ്ക്വയർ v പ്ലസ് എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം
NCR definition with NCR is equal to n factorial divided by r factorial into n minus r factorial. ഇതാണ് NCR എന്താ പറയാ definition വരുന്നത്. Okay, so നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം, n+1 times differentiate ചെയ്യണം. equation 2 നെ n+1 times differentiate ചെയ്യണം. ഇതാണ് n times differentiate ചെയ്യുമ്പോഴുള്ള നമ്മളെ equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n times differentiate ചെയ്യുമ്പോഴുള്ള നമ്മളെ equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. Okay, so നമുക്ക് ആദ്യം ഈ ടേമിന് മാത്രം എടുക്കാം, ഈ LHSന് മാത്രം എടുക്കാം, ഈ LHSന് മാത്രം എടുക്കാം. സോ LHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy by dx x square minus 1. ഓക്കെ, അതിന് മാത്രം നമുക്ക് ആദ്യം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. n+1 ടൈംസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, n+1 ടൈംസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എങ്ങനെ വരും? സോ നമുക്ക് ഇതിനെ രണ്ട് ഫംഗ്ഷൻ എടുക്കാം. രണ്ട് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഈ dy by dx ഒരു ഫംഗ്ഷനും dy by dx ഒരു ഫംഗ്ഷനും x square minus 1 വേറെ ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. x square minus 1 നമുക്ക് വേറെ ഫംഗ്ഷൻ എടുക്കാം. സോ ഇതാണ് u ഉം ഇതാണ് നമ്മളെ v. ഇതാണ് നമ്മുടെ u ഉം നമ്മുടെ v. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി dy by dx ഉണ്ട്. സോ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d raised to n ആണ് വരുന്നത്. സോ n+1 ചെയ്യുമ്പോൾ എന്ത് വരുന്നത് ശരിക്കും ആക്ച്വലി ഇപ്പോൾ dn+1 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ n+1 ടൈംസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, n+2 ആണ് കിട്ടുക അല്ലേ. അതായത് ഇതിന്റെ നെക്സ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്താണ്, d സ്ക്വയർ കിട്ടുക. അതിന്റെ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ d ക്യൂബ് ആണ് കിട്ടുക. അതായത് ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ d സ്ക്വയർ, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ d ക്യൂബ് അങ്ങനെ കിട്ടും. അപ്പോൾ n+1 ടൈംസ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, n+2 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഫസ്റ്റ് ടേം എന്ത് വരും, ഫസ്റ്റ് ടേം LHS മാത്രം നോക്കണം. ഫസ്റ്റ് ടേം എന്ത് വരും, d n+2y divided by dx raised to n+2 അപ്പോൾ du ആയി. നമ്മൾ v അതേപോലെ തന്നെ എഴുതി, x square minus 1 ഞാൻ അതേപോലെ തന്നെ എഴുതി. ഓക്കെ, പ്ലസ് nc1. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ n ടൈംസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ n വന്നു. n+1 ടൈംസ് ചെയ്യുമ്പോൾ ഇവിടെ n+1 വരും. സോ n+1 c1 ഇൻറ്റു dn-1 എന്ന് പറയുമ്പോൾ n+1 വരും അല്ലേ. അതായത് n ടൈംസ് ചെയ്യുമ്പോൾ n-1, അപ്പോൾ n+1 ടൈംസ് ചെയ്യുമ്പോൾ എന്ത് വരും, n+1 വരും അല്ലേ. ശ്രദ്ധിച്ചു പോവുക, അതായത് ഇവിടുന്ന് ഓരോ വാല്യൂസിനും ഡിക്രീസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ഇവിടെ n+2 ആണ് വരുന്നത്. സോ സെക്കൻഡ് ടൈം എന്ത് വരും, n+1 വരും. സോ dn+1y divided by dx raised to n+1 ബ്രാക്കറ്റ് ഇടണമെന്നില്ല ആക്ച്വലി. പിന്നെ എന്താ വരുന്നത്, dv ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് d by dx of x square minus 1. നമുക്ക് വാല്യൂ എഴുതാം. d by dx of x square minus 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2x കിട്ടും. ഓക്കെ, 2x കിട്ടും. പ്ലസ് നെക്സ്റ്റ് ടൈം എന്ത് വരും, nc2 പറയുമ്പോൾ നമ്മൾ n+1 ടൈംസ് ചെയ്യണത്. സോ n+1 c2 ഇൻറ്റു ഇതിൽ നിന്ന് ഒരു വാല്യൂ കുറക്കണം. ഇതിന് വാല്യൂ കുറക്കുമ്പോൾ dn ആയിട്ട് മാറും. സോ dny divided by dx raised to n ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് v. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് പറയുമ്പോൾ എന്ത് കിട്ടും, ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഒന്ന് വരും 2 വരും. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടൈം എന്താ വരിക, n+1 c3 വരും. ഇവിടെ എന്ത് വരും, dn-1y dx raised to n-1 വരും. പിന്നെ ഈ 2ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. 2ന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല, നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. സോ പ്ലസ് 0 ആണ് വരിക. ഓക്കെ, സോ LHS നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇങ്ങനെ കിട്ടി. സിമിലർലി നമുക്ക് RHS കാണാം. RHSന്റെ വാല്യൂ വരുന്നത് 2nxy ആണ് വരുന്നത്. 2nxy ആണ് വരുന്നത്. ഓക്കെ, സോ അതിനെ n+1 ടൈംസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n+1 ടൈംസ് ചെയ്യുമ്പോൾ dn+1. സോ നമ്മളിതിൽ യും വി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. യും വി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. സോ ഈ വൈന് നമുക്ക് യു കൊടുക്കാം, ഈ 2nx നമുക്ക് v ആയിട്ട് കൊടുക്കാം. സോ ഫസ്റ്റ് ടേം എങ്ങനെ വരും, ഫസ്റ്റ് ടേം dn+1 u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y divided by dx raised to n+1 into v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2nx ആണ്. സോ 2nx plus nc എന്ന് പറയുമ്പോൾ n+1 c1
Now n plus 1 കഴിഞ്ഞാൽ n വരും to dny divided by dx raised to n into ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2nx ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുമ്പോൾ വരും 2n വരും 2n വരും. ഓക്കെ, അടുത്ത ടേം നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അടുത്ത ടേം വരുന്നത് എന്താ വരിക n plus 1 n plus 1 c2 വരും n plus 1 c2 dn minus 1 by dx raised to n minus 1 പിന്നെ 2n ന്റെ ഡെറിവേറ്റീവ് എടുക്കാം 2n ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാൻ പറ്റില്ല സോ നമുക്ക് വരും 0 ആയിട്ട് പോകും. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് dn plus 2y divided by dx raised to n plus 2 into x square minus 1 plus n plus 1 c1 dn plus 1y divided by dx raised to n plus 1 2x plus n plus 1 c2 into dny divided by dx raised to n into 2 is equal to ഇനി റൈറ്റ് സൈഡ് എഴുതുമ്പോൾ dn plus 1y divided by dx raised to n plus 1 into 2nx plus n plus 1 c1 dny divided by dx raised to n 2n വരും. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സോ ആദ്യം നമുക്ക് n plus 1 c1 കണ്ടുപിടിക്കണം. സോ NCRന്റെ ഡെഫിനേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു NCRന്റെ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ ആണ് വരുന്നത്. ഓക്കെ, r ഫാക്ടോറിയൽ n മൈനസ് r ഫാക്ടോറിയൽ. സോ n plus 1 c1 എന്ത് വരിക? സോ n plus 1 c1 എന്ത് വരിക? ഇവിടെ n ന്റെ സ്ഥാനത്ത് n plus 1 വരും. സോ n plus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ വരും. പിന്നെ n plus 1 minus 1 factorial വരും. Okay, which will be equal to n plus 1 factorial divided by n factorial. So n plus 1 factorial നമുക്ക് എഴുതാൻ പറ്റും n factorial into n plus 1 ആക്കി എഴുതാം divided by n factorial. So n factorial cancel ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടും n plus 1. So n plus 1 c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് n plus 1 നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ n plus 1 c2 കണ്ടുപിടിക്കാം. n plus 1 c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? n plus 1 factorial divided by 2 into n plus 1 minus 2 factorial. Okay, which will be equal to n plus 1 factorial divided by 2 into n plus 1 minus 2 പറഞ്ഞു കഴിഞ്ഞാൽ n minus 1 factorial. Okay, n minus 1 factorial. So which will be equal to നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n minus 1 factorial into n into n plus 1 അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? കാരണം n plus 1 തൊട്ടുമുന്നത്തെ n തൊട്ടുമുന്നത്തെ n minus 1 divided by 2 into n minus 1 factorial. So n minus 1 factorial പോയി ബാക്കി വരുന്നത് 1/2 into n into n plus 1. Okay, n into n plus 1. So നമുക്ക് n plus 1 c1 കിട്ടി, n plus 1 c2 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. n plus 1 c1 കിട്ടി, n plus 1 c2 കിട്ടി. സോ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. സോ എന്ത് കിട്ടും? dn plus 2y divided by dx raised to n plus 2 into x square minus 1 plus n plus 1 c1 പറഞ്ഞു കഴിഞ്ഞാൽ n plus 1 തന്നെയാണ്. സോ n plus 1 കൊടുക്കാം. സോ n plus 1 into dn plus 1y divided by dx raised to n plus 1 into 2x plus n plus 1 c2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ. സോ 1/2 n into n plus 1 1/2 into n into n plus 1 പിന്നെ വരുന്നത് ഈ ടേം വരും. സോ dny divided by dx raised to n
into 2 which will be equal to right side വരുന്നത് first term അതേപോലെ തന്നെ വന്നു dn plus 1 y divided by dx raised to n plus 1 into 2nx plus n plus 1 c1 എന്താക്കി n plus 1 ആയി. So n plus 1 into dny divided by dx raised to n into 2n. dx raised to n into 2n. Okay. Okay. തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. ക്യാൻസൽ ചെയ്ത് കളയാൻ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. രണ്ട് 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, വേറെ ഇപ്പം ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന തോന്നില്ല. നമുക്ക് ഈ ടേമിന് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം ആക്ച്വലി. കാരണം ഇവിടെ dn+1y ഉണ്ട്, ഇവിടെ dn+1y ആ ടേം എടുക്കുന്നുണ്ട്. n+1 ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. ഇവിടെ n ടൈംസ് ഡിഫറൻസിയേഷൻ ആണ്, ഇവിടെയും n ടൈംസ് ഡിഫറൻസിയേഷൻ. സോ നമുക്ക് അതിനൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. സോ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റും dn+2y divided by dx raised to n+2 into x square minus 1 plus എന്തെടുക്കാം, ഈ ടേമിനും ഒരുമിച്ച് എഴുതാം. സോ ഈ dn+1y by dx raised to n+1 കോമൺ ആണ്, 2xും രണ്ടിനും കോമൺ ആണ്. സോ അത് രണ്ടിനും പുറത്തേക്ക് എടുക്കാം. സോ 2x into dn+1y divided by dx raised to n+1 ബാക്കി വരുന്നത് ഇവിടെ ഒരു n+1 വരും, ഇവിടെ ഒരു n വരും. സോ n+1 മൈനസ് n വരും. ഓക്കെ, പ്ലസ് ഇനി ഇവിടെ ഈ ടേം ഉണ്ട്. ഇനി ഈ ടേമിന് ഞാൻ ഒരുമിച്ച് എടുക്കുകയാണ്. സോ അതിലെന്തൊക്കെയാണ് കോമൺ വരുന്നത്? ഇവിടെ കോമൺ വരുന്നത് dny കോമൺ ആണ്, dx raised to n കോമൺ ആണ്. ബാക്കി ഇവിടെ 2n n+1 ഉണ്ട്, ഇവിടെ n+1 ഉണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും? n into n+1 dn raised to y divided by dx raised to n. ഇവിടെ ബാക്കി ഒരു 1 ഉണ്ടായിരിക്കും, അവിടെ -2 ഉണ്ടായിരിക്കും. Okay, this will be equal to 0. So ഇങ്ങനെ എഴുതാം. So this equation can be written as x square minus 1 ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, so x square minus 1 into dn+2y divided by dx raised to n+2 plus 2x into dn+1y divided by dx raised to n+1 into n ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി 1 മാത്രം ഉണ്ടാവുള്ളൂ. പ്ലസ് ഇവിടെ 1 - 2 ആണ്, -1 വരും. സോ മൈനസ് n into n+1 dn of y divided by dx raised to n is equal to 0 കൊടുക്കാം. ഓക്കെ, നൗ നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ put dny by dx raised to n. ഓക്കെ, nth ഡെറിവേറ്റീവ് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഞാൻ 5 എന്ന് കണ്ടു കൊടുക്കുകയാണ്. ഓക്കെ, 5 കൊണ്ട് ഞാൻ ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇക്വേഷൻ can be written as x square minus 1 into, so this is the second derivative അല്ലേ. nth derivative 5 കൊടുക്കുകയാണെങ്കിൽ ഇത് n+2 ആണ്. So this is the second derivative. So 5 double dash plus 2x into, this is the first derivative, 5 dash minus n into n+1 into 5 is equal to 0. n into n+1 into 5 is equal to 0. Now complete ഒരു -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ തരും. മൈനസിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ 1 minus x square into 5 double dash minus 2x 5 dash plus n into n+1 5 is equal to 0. Okay, now ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം
ഇതെന്താണ് ഇത് എന്താ പറയുക ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അതേ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പകരം എന്ത് 5 കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെന്താണ് ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ ഇപ്പോഴത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫൈ ഓഫ് എക്സ് ആണ് കിട്ടുക. പക്ഷെ നമുക്ക് ഈ സോൾവ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടുക പി എൻ ഓഫ് എക്സ് ആണ് കിട്ടുക അല്ലെ. നമുക്ക് ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മളിത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കിപ്പോൾ ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, നൗ നമുക്കറിയാം ഇവിടെ ഫൈ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈ ഓഫ് എക്സ് നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു nth ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. nth ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ nth ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് റേസ് ടു എൻ, വൈൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൺ ഓൾ റേസ് ടു എൻ ആണ്. നമ്മൾ മുന്നേ തന്നെ അത് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ഈ ഇക്വേഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഇക്വേഷൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. ഡി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡി എക്സ് റേസ് ടു എൻ ഇൻറ്റു ഡി റേസ് ടു എൻ ഇൻറ്റു ഡി എക്സ് റേസ് ടു എൻ ഇൻറ്റു എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൺ റേസ് ടു എൻ ഇൻറ്റു എക്സ് മൈനസ് വൺ റേസ് ടു എൻ. ഓക്കെ, നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ എനിക്ക് മാറ്റി എഴുതാം. സോ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതി, ഈ രീതിയിലേക്ക് ഞാൻ മാറ്റി എഴുതാണ്. ഓക്കെ, സോ ഇപ്പം എനിക്ക് ഫൈ ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി. ഓക്കെ, സോ ഞാൻ ഈ എക്സ് സ്ക്വയർ മൈനസ് വൺ ഓൾ റേസ് ടു എൻ ഞാൻ എന്താക്കി, ഈ ഫോമിലേക്ക് ഞാൻ മാറ്റി. നമ്മൾ സാധാരണ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി എ മൈനസ് ബി ആക്കുന്നത് പോലെ എന്ത് ചെയ്യാണ്, റേസ് ടു എന്നിൽ പവറിനെ ഞാൻ എന്താണ് എ പ്ലസ് ബി എ മൈനസ് ബി ഫോമിലേക്ക് ഞാൻ മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ, പവറാക്കി മാറ്റി തന്നു. ഓക്കെ, അഗെയിൻ ഇവിടെ nth ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ വീണ്ടും ലൈബനിസ് തിയറി ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, nth ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ലൈബനിസ് തിയറി ഉപയോഗിച്ച് ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിൽ ഈ എക്സ് പ്ലസ് വണ്ണിന് ഞാൻ വി എന്ന് കൊടുക്കുകയാണ്, എക്സ് മൈനസ് വൺ ടേമിന് ഞാൻ യു കൊടുക്കണം. സോ ലൈബനിസ് തിയറി നമ്മൾ നേരത്തെ എഴുതിയതാണ്, എഴുതാം. ലൈബനിസ് തിയറി വരുന്നത് nth ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി ഇസ് ഈക്വൽ ടു nth ഡെറിവേറ്റീവ് യു ഇൻറ്റു വി ഇസ് ഈക്വൽ ടു nth ഡെറിവേറ്റീവ് ഓഫ് യു into v plus nc1 n minus 1th derivative of u into first derivative of v plus nc2 into d n minus 2 of u into second derivative of v plus etc. ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഇങ്ങനെയാണ് പോവുക. സോ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു nth ഡെറിവേറ്റീവ് ആണ്, ഇതാണ് നമ്മൾ u എടുക്കുന്നത് ആൻഡ് ഇതാണ് നമ്മൾ ബി എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ബി എടുക്കുന്നത്. സോ ഫസ്റ്റ് ടേം എന്ത് വരും, nth ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡി എൻ ഡി എക്സ് റേസ് ടു എൻ ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് മൈനസ് വൺ ഓൾ റേസ് ടു എൻ, എക്സ് മൈനസ് വൺ ഓൾ റേസ് ടു എൻ ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൺ ഓൾ റേസ് ടു എൻ. ഓക്കെ, പ്ലസ് എൻ സി വൺ n minus 1th derivative വരുമ്പോൾ dn minus 1 by dx raised to n minus 1 of either x minus 1 raised to n into first derivative of x plus 1 raised to n. First derivative of x plus 1 raised to n എന്ത് വരും, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൺ റേസ് ടു എൻ ഇങ്ങനെ വരും. അത് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൺ റേസ് ടു എൻ. ഓക്കെ, ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് ടേം എന്ത് വരും, ലാസ്റ്റ് ടേം എൻ സി എൻ അപ്പോൾ ഇവിടെ n വരും. സോ സീറോത്ത് ഡെറിവേറ്റീവ് വരും. സീറോത്ത് ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാനില്ല. സോ എക്സ് മൈനസ് വൺ റേസ് ടു എൻ ഈ സാധനം എന്തായിട്ട് മാറും, വിന്റെ ഡെറിവേറ്റീവ് എന്നിട്ട് മാറും, nth ഡെറിവേറ്റീവ് ആയിട്ട് മാറും. സോ ഡി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ dx raised to n into x plus 1 raised to n വരും. ഓക്കെ, കാരണം ഈ ടേം പോണത് nc1 2 3 എങ്ങനെ പോണത്. സോ ലാസ്റ്റ് ടേം എന്ത് വരും, ncn വരും. ആൻഡ് ഈ പവർ, ഈ യുവിന്റെ പവർ, ഡെറിവേറ്റീവിന്റെ പവർ കുറഞ്ഞു വരും. സോ ലാസ്റ്റ് ടേം n മൈനസ് n 0 ആയിട്ട് പോകും. സോ അവിടെ ഡെറിവേറ്റീവ് എടുക്കാനില്ല. സോ x മൈനസ് 1 റേസ് ടു n വരും. ഇതിന്റെ ഡെറിവേറ്റീവ് കൂടി വരുവാണ്. ലാസ്റ്റ് ടേം എന്തായിട്ട് വരും, nth ഡെറിവേറ്റീവ് വരും. ഓക്കെ, നമ്മൾ വേറൊരു തിയറം നമ്മൾ അപ്ലൈ ചെയ്യാണ്. തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d by dx of d nth derivative of
the nth derivative of ax plus b all raised to m is equal to n factorial into a raised to n. Okay, so nth derivative of ax plus b all raised to m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n factorial into a raised to n ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല, ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. സോ ആ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സോ therefore phi of x is equal to എന്ത് വരും, ഫസ്റ്റ് ടേം nth ഡെറിവേറ്റീവ് ഓഫ് x minus 1 raised to n ആണ്. x minus 1 raised to n എന്ന് പറയുമ്പോൾ എന്ത് വരും, x minus 1 raised to n എന്ന് പറയുമ്പോൾ n factorial into ax plus b ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, ax plus b ഫോമിൽ കിടക്കുമ്പോൾ നമുക്ക് a raised to n ആണ് വരുന്നത്. ഓക്കെ, a raised to n ആണ് വരുന്നത്. സോ n factorial into a raised to n ആണ്. സോ ന്റെ പവറിന് ന്റെ കോഎഫിഷ്യന്റ് നമ്മൾ a raised to n കൊടുക്കണം. x ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ 1 raised to n വരും. പിന്നെ ഇവിടെ x plus 1 raised to n ആണ്. സോ x plus 1 raised to n എടുക്കുന്നത്. ഓക്കെ, ബാക്കി ടേംസ് ഞാൻ അതേപോലെ തന്നെ എഴുതാണ്. ആക്ച്വലി ബാക്കി ടേംസ് അതേപോലെ തന്നെ എഴുതാണ്. സോ nc1 d n minus 1 divided by dx raised to n minus 1 into x minus 1 raised to n into d by dx of x plus 1 raised to n plus etc. last term ncn x minus 1 raised to n d raised to n by dx raised to n into x plus 1 raised to n. Okay, now put x is equal to 1. x is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാം, x is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 minus 1 0. സോ nth ഡെറിവേറ്റീവ് ഓഫ് 0 വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. പിന്നെ ഈ ലാസ്റ്റ് ടേം നോക്കുകയാണെങ്കിൽ അവിടെ 1 minus 1 0 വരും. എല്ലാ ടേംസും 0 ആയിട്ട് പോകും. ഓക്കെ, ഈ സെക്കൻഡ് ടേം മുതലുള്ള എല്ലാ ടേമിലും x minus 1 കൊടുക്കുന്നുണ്ടായിരിക്കും. ആ എല്ലാ ടേമുകളും എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. സോ ഈ ടേം ഇതിനിടയിലുള്ള എല്ലാ ടേമും പോയി ആകെ എക്സിസ്റ്റ് ചെയ്യേണ്ട ടേം ഈ ടേം മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലേ, കാരണം ഇവിടെ 1 plus 1 ആണ് വരിക. ഓക്കെ, സോ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ആളെന്താണ്, ഈ ടേം മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ മാറും, phi of 1 is equal to n factorial into 1 raised to n പറഞ്ഞാൽ 1 തന്നെയാണ് വരിക. 1 plus 1 വരും 2 വരും. സോ 2 raised to n വരും. ഓക്കെ, സോ phi of 1 is equal to നമുക്ക് എന്ത് കിട്ടി, n factorial into 2 raised to n കിട്ടി. പക്ഷേ അവിടെ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ്, phi of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p of x ആണ്. p of x ൽ ആക്ച്വലി c into p of x ആണ് എഴുതുന്നത്, കാരണം കോൺസ്റ്റന്റ് കൂടി വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, c into pn of x ആണ്. ഓക്കെ, c into pn of x ആണ്. ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ആണ്. പക്ഷേ ലെജൻഡറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആക്ച്വൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജൻഡറി പോളിനോമിയൽ ആണ്. സോ c into pn of x ആണ് നമുക്ക് എന്ത് കിട്ടുക, phi of x ന്റെ വാല്യൂ നമുക്ക് കിട്ടുക. ഓക്കെ, സോ phi of 1 എന്തായിരിക്കും, phi of 1 will be c into pn of 1 നമുക്ക് കിട്ടും. c into pn of 1 നമുക്ക് കിട്ടും. ഓക്കെ, c into pn of 1 കിട്ടും. സോ ഈ phi of 1 ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടും n factorial into 2 raised to n is equal to c into pn of 1 കിട്ടും. ഓക്കെ, നൗ നമ്മൾ മുന്നേ സോൾവ് ചെയ്തിട്ടുണ്ട്. pn of 1 എന്താണ്, pn of 1 is equal to 1 ആണെന്ന് മുന്നേ നമ്മൾ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും, ചിലപ്പോൾ is equal to c into 1 കിട്ടും, n factorial into 2 raised to n. Okay, so therefore നമുക്ക് കിട്ടി c is equal to n factorial into 2 raised to n ആണ് കിട്ടി. n factorial into 2 raised to n ആണ് നമുക്ക് കിട്ടി. Okay, so therefore നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, phi of x is equal to c into pn of x ആണ്. So which will be equal to c ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So n factorial into 2 raised to n pn of x is equal to നമുക്ക് എന്ത് കിട്ടി, phi of x കിട്ടി. Okay, phi of x കിട്ടി.
ഓക്കെ. നൗ phi of x പറഞ്ഞു കഴിഞ്ഞാൽ നൗ phi of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ്, ഇറ്റ് ഈസ് d raised to n y divided by dx raised to n ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x square minus 1 raised to n ആണ്. സോ ദിസ് ഈസ് nth ഡെറിവേറ്റീവ് ഓഫ് x square minus 1 raised to n divided by dx raised to n കിട്ടും. ഓക്കെ. സോ therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ d raised to n divided by dx raised to n of x square minus 1 raised to n is equal to n factorial into 2 raised to n into pn of x. Okay. So rearrange ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, rearrange ചെയ്ത് കഴിഞ്ഞാൽ pn of x is equal to 1 by n factorial into 2 raised to n into nth derivative of x square minus 1 raised to n. Okay. So this is the Rodrigues formula. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള Rodrigues formula. Okay. സോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഡെറിവേഷൻ വരുന്നത്. എന്താ പറയുക, അടുത്ത ലൈബനിറ്റ്സ് തിയറും അതും ഇതൊക്കെ nth ഡെറിവേറ്റീവ് n+1th ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈസി ആണ്, വലിയ അലമ്പില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ പ്രശ്നമില്ല, നമുക്ക് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. സോ ഇതാണ് റോഡ്രിഗസ് ഫോർമുല വരുന്നത്. ഇതിൻ്റെ ഡെറിവേഷൻ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.